ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫേസ് പായ്ക്കുമായിട്ടാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം വയ്ക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പാടുകളൊക്കെ നന്നായിട്ട് മായ്ക്കുന്നതിന്, സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു DIY ഫേസ് പായ്ക്കാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടുക. എങ്കിലാണ് ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പായ്ക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പായ്ക്കിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് സാൻഡൽവുഡ് പൗഡറാണ്. അപ്പോൾ അത് 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അങ്ങാടി കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ, ഒരുപാട് വിലയൊന്നുമില്ല. അപ്പോൾ അത് 1 സ്പൂൺ എടുക്കുക. ഈ സാൻഡൽവുഡ് പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നിറം വയ്ക്കുന്നതിനും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ 1 നുള്ളം മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കസ്തൂരി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന മോക്കുരുവൊക്കെ നന്നായിട്ട് മാറ്റും. അതുപോലെ തന്നെ ഫേസിലുണ്ടാകുന്ന മോക്കുരു വന്ന പാടുകളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുന്നതിന് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ചേർക്കുന്നത് 1/2 സ്പൂൺ ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാടുകൾ മാറ്റും. അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതൊരു 1/2 സ്പൂണാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് ബാക്കി മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ് വാട്ടറാണ്. റോസ് വാട്ടർ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാടുകൾ മായ്ക്കുക, അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് തിളങ്ങി നിൽക്കുന്നതിനും അതുപോലെ മുഖക്കുരു, ചിലർക്കൊക്കെ മുഖക്കുരു ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മുഖക്കുരു വരാതിരിക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈ റോസ് വാട്ടർ. അപ്പോൾ ഇത് നമുക്ക് ബാക്കി മിക്സ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റോസ് വാട്ടർ ചേർക്കാം. അപ്പോൾ ഈ ഒരു പായ്ക്ക് നമുക്ക് DIYയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു കിടിലൻ ഒരു പായ്ക്കാണ്. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ചിലർക്ക് ഈ മഞ്ഞൾപ്പൊടിയൊക്കെ അലർജി ഉള്ളവരുണ്ടാകാം. അങ്ങനെയുള്ളവരൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല തിക്ക് ലെയറായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്കൊരു 80% ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു മസാജിങ് കൊടുക്കണം കേട്ടോ. 1 മിനിറ്റ് മസാജ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഡ്രൈ ആയതിന് ശേഷം വരാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയൊരു മസാജിങ് കൊടുക്കാം. മസാജിങ് കൊടുത്തതിന് ശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ. പിന്നെ ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മളത് ഈവനിങ് ടൈമിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗുണം കൂടുതൽ കിട്ടും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് റിസൾട്ട്. എല്ലാവർക്കും ഡിഫറൻസ് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു വിസിബിളായിട്ട് തന്നെയുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.